സ്പേസ് ചാനലിൻ്റെ വചന വിചിന്തന വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രൈസ്തവ ജീവിതത്തിൻ്റെയും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനമാണ് യേശുവിൻ്റെ പുനരുത്ഥാനത്തിലുള്ള വിശ്വാസം. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1 ലേഖനം 15 അധ്യായം 14 തിരുവചനം ഇപ്രകാരം പറയുന്നു: ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. ഈശോയുടെ പുനരുത്ഥാനത്തെയും ഈശോയുടെ ജനനത്തെയും സ്വർഗത്തിൽ നിന്നും മാലാഖമാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈശോ ജനിച്ച അവസരത്തിൽ മാലാഖമാർ ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷം മാലാഖമാർ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവനെ എന്തിനാണ് നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ തിരയുന്നത്? ഈശോ ഇവിടെയില്ല, ഇവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, ഈ ഈസ്റ്റർ ദിനത്തിൽ 2 സന്ദേശങ്ങളാണ് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഒന്നാമതായി, സഭ പാരമ്പര്യമായി നമുക്ക് കൈമാറി തന്നതും നാം എല്ലാവരും നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ അനുഭവിക്കുന്നതുമായ ഈശോയുടെ ഉദ്ധാനത്തിൻ്റെ 3 ദൃശ്യമായ സാക്ഷ്യങ്ങൾ. രണ്ടാമതായി, ക്രിസ്തുവിൻ്റെ സമാധാനത്തിൻ്റെ സന്ദേശവാഹകരാകുക എന്നുള്ള ചെറിയ ഒരു സന്ദേശം. ഒന്നാമതായി, സഭ നമുക്ക് കൈമാറി തന്നതും നാം എല്ലാവരും നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ വിശ്വസിക്കുന്നതുമായ 3 ദൃശ്യമായ അടയാളങ്ങൾ. ഒന്നാമതായി, ഈശോയുടെ പുനരുത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് ശൂന്യമായി കാണപ്പെട്ട കല്ലറ. ഈശോയെ അടക്കം ചെയ്തിരുന്ന കല്ലറ ശൂന്യമായി കാണപ്പെട്ടു എന്ന് അതിരാവിലെ ഈശോയുടെ കല്ലറ സന്ദർശിച്ച ശിഷ്യന്മാരും ഭക്തസ്ത്രീകളും കാവൽക്കാരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈശോയുടെ കല്ലറ ശൂന്യമായി കാണപ്പെട്ടിരുന്നുവെങ്കിൽ അതിന് 2 സാധ്യതകൾ മാത്രമാണുള്ളത്. ഒന്നാമതായി, ശിഷ്യന്മാരോ മറ്റാരെങ്കിലുമോ ഈശോയുടെ മൃതശരീരം അവിടെ നിന്ന് മോഷ്ടിച്ചിട്ടുണ്ടാകാം. രണ്ടാമതായി, നാം എല്ലാവരും വിശ്വസിക്കുന്ന പോലെ, നമ്മുടെ എല്ലാവരും വിശ്വാസം സത്യം പോലെ ഈശോ ഉയർപ്പിക്കപ്പെട്ടു. ശക്തരായ റോമൻ സൈന്യത്തിൻ്റെ കാവൽ വെട്ടിച്ച് ഈശോയുടെ മൃതശരീരം ശിഷ്യന്മാർ അവിടെ നിന്ന് മോഷ്ടിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും വ്യക്തമാണ്. കാരണം സുവിശേഷത്തിൽ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, യഹൂദ പ്രമാണിമാരുടെയും പ്രധാന ആചാര്യൻ്റെയും എല്ലാവരുടെയും ഒത്താശയോട് കൂടിയാണ്, അവരുടെ സ്വാധീനത്തോടു കൂടിയാണ് കാവൽക്കാർ പറയുക, ശിഷ്യന്മാർ ഈശോയുടെ മൃതശരീരം അവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന്. ഈശോയുടെ ഉയർപ്പ് ശിഷ്യന്മാർ കെട്ടിച്ചമച്ച ഒരു കഥയായിരുന്നുവെങ്കിൽ ആ സത്യം ഒരു ദിവസം പോലും നീണ്ടു നിൽക്കുകയില്ലായിരുന്നു. കാരണം ശക്തരായ റോമൻ സൈന്യം ഈശോയുടെ മൃതശരീരം ഉടനെ കണ്ടുപിടിക്കുമായിരുന്നു. പക്ഷെ ഇന്നോളം ലോകത്തിൽ ഈശോയുടെ മൃതശരീരം കണ്ടെടുത്തതായോ ഭൗതിക അവശിഷ്ടങ്ങൾ കണ്ടെടുത്തതായോ ഒരിക്കലും ഒരാളും സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല. അതിന് ഒരു തെളിവുകളുമില്ല. ഈശോ ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഭയചകിതരായ ശിഷ്യന്മാർ ഒരിക്കലും വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ച് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ വിശ്വാസം യേശുവിനെ പറ്റി സാക്ഷ്യപ്പെടുത്തുകയില്ലായിരുന്നു, വിശ്വാസം പ്രഘോഷിക്കുകയില്ലായിരുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് യേശുവിലുള്ള വിശ്വാസത്താൽ നിറഞ്ഞ് ലോകത്തിലുടനീളം യേശുവിനു വേണ്ടി മരണം വരിച്ച രക്തസാക്ഷികളായ ശിഷ്യന്മാർ തന്നെയാണ് വളരെ ശക്തമായ തെളിവ്. ശൂന്യമായി കാണപ്പെട്ട കല്ലറയുടെ വളരെ ശക്തമായ തെളിവ് ഈശോ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശൂന്യമായി കാണപ്പെട്ട കല്ലറ നൽകുന്ന വളരെ ശക്തമായ ഒരു തെളിവ്, ശക്തമായ സാക്ഷ്യം ഈശോ മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഈശോയുടെ പുനരുത്ഥാനത്തിൻ്റെ 2ാമത്തെ ദൃശ്യമായ അടയാളം പരിശുദ്ധ സഭയാണ്. നാം എല്ലാവരും അംഗങ്ങളായിട്ടുള്ള യേശുവിൻ്റെ സജീവമായ സാന്നിധ്യമുള്ള പരിശുദ്ധ സഭ. ഉദ്ധിതനായ ഈശോ
3 പ്രാവശ്യം പത്രോസിനോട് ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ എന്നെ സ്നേഹിക്കുന്നുവോ? അങ്ങനെ പത്രോസിൻ്റെ ആ വലിയ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് ഈശോ ഭരമേൽപ്പിച്ചതാണ് പരിശുദ്ധ സഭ. ഈശോയെ തൊട്ട് അനുഭവിച്ചറിഞ്ഞ ശിഷ്യന്മാരുടെ പിൻഗാമികളുടെയും വലിയ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയിൽ സഭ വളർന്നു. രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ സഭ തഴച്ചു വളർന്ന് സമൃദ്ധി പ്രാപിച്ചു. വിശുദ്ധ പത്രോസ് മുതൽ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ വരെയുള്ള സഭ ഒരു അത്ഭുതമായി നിലകൊള്ളുകയാണ്. സഭയിൽ ഒരുപാട് വേദനകളുണ്ട്, ഒരുപാട് അസ്വസ്ഥതകളുണ്ട്, ഭിന്നതകളുണ്ട്, സഹനങ്ങളുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിനാൽ സഭ എന്നും വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടുകയാണ്. ഒരുപാട് വിശുദ്ധാത്മാക്കളുടെ വിശ്വാസികളുടെ തീക്ഷ്ണതയാൽ സഭ എന്നും പരിപോഷിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും അനുദിനം സ്വീകരിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ, സഭയിലൂടെ സ്വീകരിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ ഇന്ന് സഭയിൽ ഉദ്ധിതനായ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളതിൻ്റെ ആഴമായ ഒരു തെളിവാണ്. മൂന്നാമതായി, ഈശോയുടെ പുനരുദ്ധാനത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം വിശുദ്ധ കുർബാനയാണ്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ സജീവ സാക്ഷ്യം, സജീവമായ സാന്നിധ്യം എന്നും വിശുദ്ധ കുർബാനയിലൂടെ സഭാമക്കൾ എന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും എന്ന യേശുവിൻ്റെ വാഗ്ദാനം അവിടുന്ന് നിറവേറ്റുന്നത് പരിശുദ്ധ കുർബാനയിലാണ്. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യുമെന്നുള്ള യേശുവിൻ്റെ ആ വലിയ വാഗ്ദാനവും നാം എല്ലാവരും അനുഭവിക്കുന്നത് വിശുദ്ധ കുർബാനയിലാണ്. വിശുദ്ധ കുർബാനയിലൂടെ ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാ അത്ഭുതങ്ങൾക്കും, നാം എല്ലാവരും അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിനും എല്ലാം വലിയ അടയാളമായി നിലനിൽക്കുന്നത് യേശുവിൻ്റെ പുനരുദ്ധാനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ പുനരുദ്ധാനത്തിൽ പരിശുദ്ധ സഭ നമുക്കെല്ലാവർക്കും പാരമ്പര്യമായി തന്നിട്ടുള്ളതും നാം എല്ലാവരും അനുഭവിക്കുന്നതുമായ 3 ദൃശ്യമായ അടയാളങ്ങൾ: ശൂന്യമായി കാണപ്പെട്ട കല്ലറയും, നാം എല്ലാവരും അംഗങ്ങളായി ജീവിക്കുന്ന പരിശുദ്ധ കത്തോലിക്കാ സഭയും, മൂന്നാമതായി പരിശുദ്ധ കുർബാനയുമാണ്. രണ്ടാമതായി ഈസ്റ്ററിൻ്റെ സന്ദേശം എന്ന് പറയുക സമാധാനത്തിൻ്റെ സന്ദേശവാഹകരാകുക എന്നുള്ളതാണ്. ഉദ്ധിതനായ ഈശോ തന്നെ വേദനിപ്പിച്ചവരോടും തന്നെ തള്ളിപ്പറഞ്ഞവരോടും ഒറ്റിക്കൊടുത്തവരോടും ക്രൂശിച്ചവരോടും അവരെല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഈശോ പറഞ്ഞത്, നിങ്ങൾക്ക് സമാധാനം. ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ ആഴം നാം എല്ലാവരും വീണ്ടും വീണ്ടും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സമാധാനത്തിലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെ വേദനിപ്പിച്ചവരോട്, നമ്മെ ദ്രോഹിച്ചവരോട് എല്ലാവരും ക്ഷമിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് ആശംസിക്കുമ്പോൾ ഉദ്ധിതനായ യേശുവിൻ്റെ മഹത്വീകരണത്തിൽ നാം എല്ലാവരും പങ്കുകാരാകുകയാണ്. ഒരിക്കൽ വൃദ്ധനായ ഒരു മുക്കുവൻ അദ്ദേഹത്തിൻ്റെ മകനോട് പറഞ്ഞു, നീ കടലിൽ പോയി മീൻ പിടിക്കുക. അങ്ങനെ ആ അപ്പൻ മകനെ കടലിൽ പോയി മീൻ പിടിക്കുവാനായി പറഞ്ഞയച്ചു. കുറേ നേരം കഴിഞ്ഞിട്ടും ഈ മകൻ തിരിച്ചു വരാത്തത് കൊണ്ട് ഈ അപ്പൻ ചെന്ന് നോക്കിയപ്പോൾ മകൻ കടൽ തീരത്ത് ഇങ്ങനെ തിരകൾ നോക്കി നിൽക്കുന്നതാണ് കണ്ടത്. അപ്പൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ ഈ കടലിലേക്ക് ഇറങ്ങാത്തത്? എന്തുകൊണ്ടാണ് നീ മീൻ പിടിക്കാൻ പോകാത്തത്? അപ്പോൾ മകൻ പറഞ്ഞു, ഞാൻ ഈ കടൽ ഒന്ന് ശാന്തമാകാനായി നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അപ്പൻ പറയുന്ന മറുപടി, നിനക്ക് ഒരിക്കലും ഈ കടലിൽ നിന്നും ഒരു മീനെ പോലും പിടിക്കുവാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ തിരമാലകൾ, വേദനകൾ, അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം ഒന്ന് അടങ്ങിയിട്ട് ജീവിതം ആസ്വദിക്കാം എന്ന് തീരുമാനിക്കുമ്പോൾ ഒരിക്കലും ജീവിതത്തിൻ്റെ യഥാർത്ഥമായ സന്തോഷം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഡു നോട്ട് വെയിറ്റ് ഫോർ എ പെർഫെക്റ്റ് മൊമെൻറ്റ്, യു ടേക്ക് എ മൊമെൻറ്റ് ആൻഡ് മേക്ക് ഇറ്റ് പെർഫെക്റ്റ്. അതാണ് ജീവിതത്തിൻ്റെ സന്തോഷം അനുഭവിക്കുവാനായുള്ള ഏറ്റവും വലിയ ഒരു സന്ദേശം നമുക്ക് നൽകുന്നത്. ജീവിതത്തിൽ ഇന്നു മുതൽ എല്ലാ സഹനങ്ങളും വേദനകളും സമാധാനമാക്കി മാറ്റുവാനായി പരിശ്രമിക്കുക.
ഒരുപാട് അസ്വസ്ഥതകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോകുന്നവരാണ് നാം എല്ലാവരും. പക്ഷെ ദൈവം നമുക്ക് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും ഒരുപാട് കഴിവുകൾ നൽകിയിട്ടുണ്ട്. ആ കഴിവുകളെല്ലാം നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും സന്ദേശവാഹകരാകുകയാണ്. ഒരിക്കൽ ഒരു ഒട്ടകക്കുഞ്ഞ് അമ്മയോട് ചോദിച്ചു, അമ്മേ, എന്തിനാണ് നമുക്ക് ഇത്ര നീളമുള്ള കാലുകൾ? അമ്മ മറുപടി പറഞ്ഞു, നമുക്ക് മരുഭൂമിയിലൂടെ ദീർഘദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. അങ്ങനെ ദീർഘദൂരം സഞ്ചരിക്കുന്നതിന് വേണ്ടിയാണ് നമുക്ക് ഇത്ര നീളമുള്ള കാലുകൾ ദൈവം നൽകിയിരിക്കുന്നത്. അമ്മ, എന്തിനാണ് നമ്മുടെ പുറകിൽ നമ്മുടെ ശരീരത്തിൽ ഇത്ര വലിയ മുഴകൾ ദൈവം നൽകിയിരിക്കുന്നത്? അപ്പോൾ അമ്മ പറഞ്ഞു, നമുക്ക് മരുഭൂമിയിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിക്കുമ്പോൾ ഭക്ഷണം വേണം. അങ്ങനെ ഭക്ഷണം ശേഖരിച്ചു വയ്ക്കുവാൻ, കൊഴുപ്പ് ശേഖരിച്ചു വയ്ക്കുവാനാണ് ദൈവം നമുക്ക് ഇത്ര വലിയ മുഴകൾ നൽകിയിരിക്കുന്നത്. അമ്മ, എന്തിനാണ് നമുക്ക് നമ്മുടെ കണ്ണിന് ഇത്ര വലിയ ചെറുതും വലുതുമായ കൺപോളകൾ? അപ്പോൾ അമ്മ മറുപടി പറഞ്ഞു, മരുഭൂമിയിലൂടെ ദീർഘദൂരം സഞ്ചരിക്കേണ്ടി വരുമ്പോൾ മണൽക്കാറ്റടിക്കും. അങ്ങനെ മണൽക്കാറ്റടിക്കുമ്പോൾ നമ്മുടെ കണ്ണുകളിൽ മണൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് സുരക്ഷിതമായി ഈ കൺപോളകൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞു ചോദിക്കുന്ന മറുപടി, അമ്മേ, മരുഭൂമിയിലൂടെ ദീർഘദൂരം സഞ്ചരിക്കേണ്ടതിന് നമുക്ക് നീളമുള്ള കാലുകളുണ്ട്. മരുഭൂമിയിലൂടെ ദീർഘദൂരം സഞ്ചരിക്കേണ്ടി വരുമ്പോൾ ഭക്ഷണം ശേഖരിച്ചു വയ്ക്കേണ്ടതിന് നമുക്ക് നമ്മുടെ ശരീരത്തിൽ വലിയ മുഴകൾ ദൈവം നൽകിയിട്ടുണ്ട്. മരുഭൂമിയിലൂടെ സഞ്ചരിക്കേണ്ടി വരുമ്പോൾ കണ്ണിൽ മണൽക്കാറ്റടിച്ച് നമ്മുടെ കണ്ണുകളിൽ മണൽ പോകാതിരിക്കുവാനായി ദൈവം നമുക്ക് കൺപോളകൾ നൽകിയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണമ്മേ നമ്മൾ ഇപ്പോഴും ഇങ്ങനെ ഈ മൃഗശാലയിൽ കഴിയുന്നത്? പ്രിയപ്പെട്ടവരെ, ദൈവം ഒരുപാട് കഴിവുകൾ നൽകിയിട്ട്, സ്നേഹിക്കുവാൻ, ക്ഷമിക്കുവാനുള്ള ഒരുപാട് കഴിവുകൾ നൽകിയിട്ട് എന്തിനാണ് വിദ്വേഷത്തിൻ്റെയും പകയുടെയും വേദനയുടെയുമെല്ലാം കല്ലറകളിൽ നമ്മളിപ്പോഴും കഴിയുന്നത്? എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും ഒരു ഉദ്ധാനത്തിൻ്റെ മഹനീയതയിലേക്ക് നമ്മൾ വളരാത്തത്? എന്തുകൊണ്ടാണ് സ്നേഹത്തിൻ്റെ ഉയർപ്പ് നമ്മൾ ആസ്വദിക്കാത്തത്? എന്തുകൊണ്ടാണ് ക്ഷമയുടെ ഉയർപ്പ് നമ്മളെല്ലാവരും അനുഭവിക്കാത്തത്? പ്രിയപ്പെട്ടവരെ, ദൈവം നൽകിയിരിക്കുന്ന കഴിവുകൾ, അല്പം കൂടെ സ്നേഹം, അല്പം കൂടെ ക്ഷമ നമ്മുടെ ജീവിതത്തിൽ വളർത്തുവാനായിട്ട് ഈ ഈസ്റ്റർ ദിനം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഉദ്ധിതനായ യേശുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ ഈസ്റ്ററിൻ്റെ സമാധാനത്തിൻ്റെ സന്ദേശവാഹകരാകുവാൻ ഉദ്ധിതനായ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.